78 വർഷങ്ങളായി നാം അനുഭവിച്ചു വരുന്ന ജനാധിപത്യ ഭരണ മേന്മകൾ എടുത്തു കാട്ടുകയാണിവിടെ. ഭരണമറിമായം എന്നതാണ് വിഷയം. ജനക്ഷേമ സംരക്ഷണം അതാണ് ഭരണ ലക്ഷ്യം. അതിനുവേണ്ടി സ്വയം സന്നദ്ധരായി വന്നവരെ വിശ്വസിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ് രാജ്യം ഭരിക്കുന്നത്. ഈ ഭരണം നമുക്കൊന്ന് പരിശോധിക്കാം. ജനങ്ങളെ സേവിക്കുവാൻ സ്വയം സന്നദ്ധരായി വന്നവരാണ് രാജ്യം ഭരിക്കുന്നത്. അതിനാൽ ഇവർ സർക്കാർ ഉദ്യോഗസ്ഥരല്ല. അതിനാൽ തന്നെ ഇവർക്ക് ശമ്പളമോ പെൻഷനോ കൊടുക്കേണ്ടതില്ല. ഇതാണ് നിയമം. ഈ നിയമത്തെ ഇവർ കാറ്റിൽ പറത്തി സ്വാർത്ഥ തന്നിഷ്ട ശമ്പളവും പെൻഷനും മറ്റാനുകൂല്യങ്ങളും എല്ലാം നേടിയെടുത്തു. ഇതാണിവർ ആദ്യം നടപ്പിലാക്കിയ ജനക്ഷേമ സേവന സംരക്ഷണ പ്രവർത്തനം. എങ്ങനെയുണ്ട്? കഴിഞ്ഞില്ല. ഇനി പറയുന്നതാണ് ശരിയായ ജനക്ഷേമ സേവന സംരക്ഷണം. ജനക്ഷേമ സേവനത്തിൻ്റെ മറയിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുക, കോടിപതികളായി മഹാരാജാക്കന്മാരെ പോലെ ജനങ്ങളെ അടിമകളാക്കി സുഖലോലുപ ജീവിതം ആസ്വദിക്കുക. അതിനുവേണ്ടി കിട്ടിയ അവസരമായിട്ടാണ് അധികാരികൾ ഈ അധികാരത്തെ പ്രയോജനപ്പെടുത്തുന്നത്. 78 വർഷങ്ങളായി നാം അനുഭവിക്കുന്നതാണ് ഈ ദുഃഖദുരിതം. തീർന്നില്ല. ഇനി മറ്റൊന്നുകൂടി പറയാം. ജനക്ഷേമ സേവനത്തിൻ്റെ മറയിൽ MP MLA മാർ അവരുടെ പേരുകൾ എഴുതി വച്ച് വെയിറ്റിംഗ് ഷെഡും ഹൈമാസ്റ്റ് ലൈറ്റുകളും സ്ഥാപിച്ച് അതിൻ്റെ കമ്മീഷൻ പറ്റുന്നതാണ് ഇവരുടെ ജനക്ഷേമ സേവന പ്രവർത്തനം. കഴിഞ്ഞില്ല. പ്രതിമാസം 400 രൂപയ്ക്ക് അൺലിമിറ്റഡ് കോളും നെറ്റും ജനങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിനുവേണ്ടി ഇവർ കൈപ്പറ്റുന്നത് 11,000 രൂപയാണ്. ഞെട്ടണ്ട. ഇതാണ് ഇവരുടെ കപട ജനക്ഷേമ സേവന സംരക്ഷണം. ഇതൊന്നും പോരാതെ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള കൊള്ളകൾ നടത്തുന്ന ഗതികെട്ട ഭരണ സംവിധാന മാറ്റം അത്യന്തം അനിവാര്യമാണ്. അതിനുവേണ്ടി ഉദയം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് NGC, ന്യൂജൻ കോൺഗ്രസ് പാർട്ടി. ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.